നമസ്കാരം. നമുക്കിവിടെ എളുപ്പത്തിൽ എങ്ങനെ മാസ്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 6 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളമുള്ള 2 ക്ലോത്ത് പീസസ് എടുത്തിരിക്കുന്നു. കോട്ടൺ ആയിരിക്കും ബെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഇലാസ്റ്റിക് 6 ഇഞ്ച് നീളത്തിലുള്ള 4 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് 2 പീസസ് വേണം. ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് വേണം നമുക്ക് തയ്ക്കാൻ. ആദ്യം 6 ഇഞ്ച് വീതി പറഞ്ഞ സൈഡിലാണ് നമ്മൾ ഇലാസ്റ്റിക് വയ്ക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ ഒരറ്റം ഇതുപോലെ ആ കോണിൽ വെച്ചിട്ട് അടുത്ത പീസിൻ്റെ നല്ല വശവും ചേർത്ത് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ ഏറ്റവും എത്തുമ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ മറ്റേ അറ്റം കൂടി ആ കോണിൽ വെച്ച് നേരെ തയ്ച്ച് വരിക. അതിനുശേഷം നീഡിലിറക്കി വെച്ചിട്ട് ഫുഡ് പ്രസ് ലിഫ്റ്റ് ചെയ്ത് വേണം അടുത്ത വശം തയ്ച്ച് വരാൻ. ഈ നീളപ്പാടും തയ്ച്ച് വരുന്നു. ഇനി അടുത്ത് ഇങ്ങേയറ്റം എത്തുമ്പോൾ വീണ്ടും നീഡിലിറക്കി വെച്ചിട്ട് പ്രഷർ ഫുഡ് ലിഫ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ ഒരറ്റം വച്ചു കൊടുക്കുന്നു. എപ്പോഴും കോണൊക്കെ തിരിയുമ്പോൾ പ്രഷർ ഫുഡ് ലിഫ്റ്റ് ചെയ്ത്, അതായത് നീഡിലിറക്കി വെച്ചിട്ട് പ്രഷർ ഫുഡ് ലിഫ്റ്റ് ചെയ്ത് വേണം തയ്ച്ച് വരാൻ. അതിനുശേഷം ഇലാസ്റ്റിക്കിൻ്റെ ഇങ്ങേ അറ്റം കൂടി വെച്ച് കൊടുക്കുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നേരെ തയ്ച്ച് വന്നാൽ ശരിയാവില്ല. നമുക്ക് നടുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം തയ്ക്കാൻ. അവിടെ നിർത്തി റിവേഴ്സ് സ്റ്റിച്ച് ഇടുന്നു. വീണ്ടും ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങേയറ്റം വരെ തയ്ച്ചെത്തുന്നു. അതിനുശേഷം നമുക്ക് ഇൻസൈഡ് ഔട്ട് ആക്കാം. നല്ല വശം പുറത്താക്കി നമ്മൾ തിരിച്ചിടുന്നു. അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല കോട്ടണൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അമർത്തിയാൽ മടക്ക് വീഴും. നമുക്കിനി ഇതുപോലെ മടക്ക് പാട് വരുത്തിയിട്ട് നമുക്ക് 3 പ്ലീറ്റ്സ് എടുക്കണം. പിൻ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, എളുപ്പമുണ്ടാവും. ഇതുപോലെ മടക്കി 3 പ്ലീറ്റ്സ് ഞാൻ എടുക്കുന്നു. ഒരു സൈഡിൽ പ്ലീറ്റ്സ് പിൻ ചെയ്ത് തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ സൈഡ് തയ്ക്കാൻ വലിയ പാടില്ല. പിന്നെ പിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് തന്നെ നമുക്ക് തയ്ക്കാം. നേരെ തയ്ക്കുന്നു. ഒരു 4 ഇഞ്ച് വീതി വിട്ടിട്ട് അറ്റത്തുനിന്ന് വേണം തയ്ക്കാനായിട്ട്. റിവേഴ്സ് സ്റ്റിച്ചിട്ട് നിർത്താം. ഒന്നര പ്രാവശ്യം വേണമെങ്കിൽ തയ്ച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കാം. കാരണം അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കൊക്കെ വിട്ടു പോരാതിരിക്കും. ഇത് നമ്മൾ വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതാണല്ലോ. ഇതിന് വേണ്ടി മറ്റേ വശം കൂടി നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തയ്ച്ച് റെഡിയാക്കുന്നു. നൂലൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വൃത്തിയാക്കാം. നല്ല 3 പ്ലേറ്റ്സ് വന്നിരിക്കും. ഇനി നമ്മൾ ആ ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന വശം തയ്ച്ചിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഒരു വട്ടം കൂടി ഫുൾ റൗണ്ട് ചുറ്റി തയ്ക്കാൻ വേണമെങ്കിൽ ഉറപ്പിന് വേണ്ടിയിട്ട്
നമുക്ക് സ്റ്റാൻഡേർഡ് സൈസിലുള്ള മാസ്ക് റെഡിയായി കഴിഞ്ഞു.